നഗരസഭയ്ക്ക് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിൽ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പ്രവർത്തകരെ തുരത്തിവിടുന്നതിനായി നേരത്തെ യൂത്ത് ലീഗിന്റെയും ബി.ജെ.പിയുടെയും പ്രതിഷേധം അവിടെ നടന്നിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ നഗരസഭയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ തടഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ പ്രവർത്തകരെ ജലപീരങ്കി പ്രയോഗിച്ച് തുരത്താൻ ശ്രമിക്കുന്നെങ്കിലും അവർ നീങ്ങുന്നില്ല. ഇപ്പോഴും ബാരിക്കേഡ് പിടിച്ചുകുലുക്കുന്ന പ്രവർത്തകരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നഗരസഭയിലേക്ക് ആമിയഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നം അത് പൂർണ്ണമായി പരിഹരിക്കുന്നതുവരെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സമരമാണ് തിരുവനന്തപുരം നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നമ്മളിപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങൾ. മേയർ രാജിവെക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നഗരസഭാ കാര്യാലയത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ, പ്രധാന ഗേറ്റിന് മുന്നിൽ വെച്ച് തന്നെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ് പ്രതിഷേധം. ജലപീരങ്കി പ്രയോഗിക്കുന്നു. പക്ഷേ പ്രവർത്തകർ അവിടെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിന്മാറാൻ തയ്യാറായിട്ടില്ല. ബാരിക്കേഡ് ആദ്യം അവരൊന്ന് മറിച്ചിട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും പ്രതിഷേധം തുടരുകയാണ്. മേയർ രാജിവെക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് അവിടെ നടത്തുന്നത്. ഇപ്പോൾ 2-3 റൗണ്ടായി ജലപീരങ്കി പ്രയോഗം. അപ്പോഴും പ്രവർത്തകർ പിന്മാറുന്നില്ല. മുദ്രാവാക്യങ്ങളുമായി അവരവിടെ തുടരുകയാണ്. അഷിൻ ടിയാഗോ നമുക്കൊപ്പം ചേരുന്നു. അഷിൻ ടിയാഗോ, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവർ ശക്തമായി തന്നെ തുടരുകയാണോ? പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിന്മാറുന്നില്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ? ക്യാമറ അവിടെ അടിക്കുമോ? ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നഗരസഭയുടെ ഗേറ്റിന് മുന്നിൽ തമ്പടിച്ച് നിൽക്കുകയാണ്.